അസ്സലാമു അലൈക്കും. നമുക്ക് നുസ്ഖ് ആപ്ലിക്കേഷൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അതിന് ശേഷം ഇൻ്റർനാഷണൽ യൂസർ സെലക്ട് ചെയ്യുക. പിന്നെ അതിൽ നിന്ന് നമ്മുടെ നാഷണാലിറ്റി ഏതാണെന്നുള്ളത് ഇന്ത്യ നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ നമ്മളവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ, താഴെയുള്ള കണ്ടിന്യൂ കൊടുക്കുക. അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വിസ ഉണ്ടല്ലോ, വിസ നമ്പർ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇയർ, പിന്നെ മന്ത്, പിന്നെ ഡേ എന്നുള്ള ലെവലിൽ നമ്മളത് ചൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ നമ്മൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് ചോദിക്കും. അപ്പോൾ അതിൽ നമ്മൾ എസ് കൊടുക്കുക. സ്പെഷ്യൽ അസിസ്റ്റൻസ് ഒന്നും വേണ്ടല്ലോ നമുക്ക്. പിന്നെ അവിടെ നമ്മൾ പാസ്വേഡ്, അതിൽ നമ്മൾ 8 ലെറ്ററാണ് മിനിമം വേണ്ടത്. അത് നമ്മൾ അപ്പർ ക്യാപിറ്റൽ ലെറ്റർ അതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് പാസ്വേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ ക്രിയേറ്റ് അക്കൗണ്ട് നമ്മൾ കൊടുക്കുക. പിന്നെ നമ്മുടെ ഫോൺ നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ത്യ എന്നുള്ളതിന് 91 എന്നുള്ളത് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഖത്തർ എന്നുള്ളവരാണെങ്കിൽ ഖത്തറിൽ 974 ചൂസ് ചെയ്യുക. നമ്പർ അവിടെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇമെയിലാണ് നമുക്ക് ആദ്യമായിട്ട് OTP വരിക. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഇമെയിലിൽ വന്നിട്ടുള്ള OTP നമ്മളിവിടെ 4 ലെറ്റർ ഉണ്ടാകും. അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ അതിൽ ചോദിക്കുന്ന പെർമിഷൻസൊക്കെ നമ്മൾ അലോ ചെയ്തിട്ട് കൊടുക്കുക. ലൊക്കേഷന് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് ചെയ്യേണ്ടത് റൗദയുടെ ബുക്കിംഗ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ റൗദയ്ക്ക് ക്ലിക്ക് ചെയ്യുക. മെയിലാണെങ്കിൽ മെയിലിൻ്റെ, അല്ലെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ എന്നുള്ളത്. അതിൽ നമ്മളൊരു ഡേറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതാണോ ഡേറ്റിങ്ങിൽ അതിൽ ഗ്രീൻ ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ ടൈമുകൾ നമുക്കിങ്ങനെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അമീർമാർ പറയുന്ന ഏത് ടൈമാണെന്നുണ്ടെങ്കിൽ ആ ടൈം നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ബുക്കായിട്ട് കിട്ടുന്നതാണ്. നമ്മളതിന് ശേഷം ഇതപ്പോൾ ഇങ്ങനെ കാണിക്കും. ബുക്ക് കൺഫേം ആണെങ്കിൽ ബാർകോഡ് നമ്മൾ ആ ടൈമിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ ബാർകോഡായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഫസ്റ്റ് ഓപ്പണിങ്ങിൽ തന്നെ നമ്മുടെ ഈ ഒരു ബുക്കിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബുക്കിംഗ് ഇട്ടെല്ലാം അതിലുണ്ടാവും. ഇപ്പോൾ ഇത് കാണുന്ന മാതിരി ഇതിലുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതിൽ റിപ്ലൈ ചെയ്യാൻ